ബിഗ് ബോസ് ഷോയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. 100 ദിവസത്തേക്ക് കുറച്ച് പേര് സെലക്ട് ചെയ്ത് ആ കണ്ടസ്റ്റൻസിനെ ഒരു വീടിനകത്ത് അടച്ചിട്ട് അവരുടെ ജീവിതം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്ത് ജനങ്ങളെ കാണിച്ചു കൊടുക്കും. അവരുടെ എല്ലാ പ്രവൃത്തികളും ജനം കാണുമെന്ന് ആ കണ്ടസ്റ്റൻസിന് അറിയാം. എങ്കിൽ ഇവിടെ നമ്മുടെ നായകൻ ജനിച്ചത് മുതൽ താൻ ഒരു റിയാലിറ്റി ഷോയിലാണെന്ന് പോലും അറിയാതെ ജീവിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അവസ്ഥ എങ്ങനെയിരിക്കും? നമ്മുടെ നായകൻ എങ്ങനെയായിരിക്കും ഈ റിയാലിറ്റി ഷോയിൽ നിന്നും പുറത്തു വരാൻ പോകുന്നത് എന്ന് വളരെ രസകരമായിട്ട് പറഞ്ഞ ഒരു സിനിമയാണ് 1998 പുറത്തിറങ്ങിയ ദ ട്രൂമാൻ ഷോ. ഈ വ്യത്യസ്തമായ കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ ക്രിസ്റ്റഫർ എന്ന ആള് ട്രൂമാൻ ഷോ എന്ന റിയാലിറ്റി ഷോയെ കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. ഈ ലോകത്ത് പല തരത്തിലുള്ള സൂപ്പർ ആയിട്ടുള്ള റിയാലിറ്റി ഷോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മൂവീസും കണ്ടിട്ടുണ്ടാവും. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ആ ഷോയിൽ വന്ന് അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ട്രൂമാൻ ഷോ അങ്ങനെയല്ല. ഒരാൾ ജനിച്ചത് മുതൽ അവൻ ഒരു റിയാലിറ്റി ഷോയിലാണെന്ന് പോലും അറിയാതെ അവൻ അവന്റെ ജീവിതം ജീവിക്കുന്നതാണ് ഈ ഷോ. അവിടുന്ന് കട്ട് ചെയ്ത് മേരി എന്നൊരു ആക്ട്രസിനെയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ പറയുന്നത്, ഞാൻ ഈ ഷോയിൽ ട്രൂമാന്റെ വൈഫായിട്ടാണ് അഭിനയിക്കുന്നത് എന്നാണ്. അടുത്തത് മെർലോൺ എന്നൊരു ക്യാരക്ടറാണ് സംസാരിക്കുന്നത്. അവൻ ട്രൂമാന്റെ ഫ്രണ്ട് ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഈ ട്രൂമാൻ ഷോയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഫേക്ക് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാം ചെറിയ രീതിയിൽ കൺട്രോൾഡ് ആണ്. എന്നാൽ അത് ട്രൂമാന് മാത്രം അറിയില്ല എന്നും പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആരാണ് ഈ ട്രൂമാൻ, ഇതെന്ത് ഷോയാണെന്നൊക്കെ ആലോചിക്കും. അപ്പോഴാണ് നമ്മുടെ നായകൻ ട്രൂമാനെ കാണിക്കുന്നത്. രാവിലെ തന്നെ പുള്ളിക്കാരൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് എന്നും ചെയ്യുന്നത് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൽഫ് മോട്ടിവേഷൻ ചെയ്ത് ജോലിക്ക് പോകണം, ഇന്നത്തെ ദിവസം നന്നായിരിക്കണം എന്നൊക്കെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇവൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നതെങ്കിലും അതൊരു ക്യാമറയാണ്. ഇപ്പൊ നിങ്ങൾക്കും കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായല്ലോ. ഇവന് ചുറ്റുമുള്ള ആളുകളായാലും വസ്തുക്കളായാലും എല്ലാം ഒരു സ്റ്റുഡിയോ റൂമിലിരുന്ന് കൺട്രോൾ ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ ഇതൊന്നും നമ്മുടെ ട്രൂമാന് അറിയില്ല എന്ന് മാത്രം. അങ്ങനെ ആ ദിവസം സ്റ്റാർട്ട് ചെയ്തു. 1909 ദിവസം. എന്നത്തെയും പോലെ നമ്മുടെ ട്രൂമാൻ ജോലിക്ക് പോകാനായിട്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇപ്പോ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, കാണുന്ന നമുക്കിത് റിയാലിറ്റി ഷോ ആണെങ്കിലും ഈ ട്രൂമാന് അത് അവന്റെ റിയൽ ലൈഫാണ്. ഇതിൽ വരുന്ന മറ്റാളുകളും സ്ഥലങ്ങളുമെല്ലാം ഒരു വലിയ സ്റ്റുഡിയോ സെറ്റ് ഇട്ടതാണ്. എന്നാൽ ഇത് ട്രൂമാൻ അറിയില്ല. അവൻ അവന്റെ റിയൽ ലൈഫാണ് ജീവിക്കുന്നത്. ഇപ്പൊ കഥയിലേക്ക് വരുമ്പോ ട്രൂമാൻ ജോലിക്ക് പോകാനായിട്ട് വീടിനകത്ത് നിന്ന് പുറത്തേക്ക് വരികയാണല്ലോ. എന്നും അടുത്തുള്ള വീട്ടിലെ ആൾക്ക് വിഷ് ചെയ്യുന്നത് പതിവാണ്. അന്നും അതുപോലെ തന്നെ അയൽവാസിയെ കണ്ടു ഗുഡ് മോർണിംഗ് പറഞ്ഞു. എന്നിട്ട് ഇന്ന് ഞാനിനി നിങ്ങളെ കണ്ടില്ലെങ്കിൽ അതിനായിട്ട് ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് ഈവനിങ്ങും ഗുഡ് നൈറ്റും കൂടി അവൻ അപ്പോൾ തന്നെ പറയും. ഇതവന്റെ പതിവാണ്. എന്നിട്ട് അവിടുന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നും കാണുന്ന ഒരു മുത്തശ്ശനുണ്ട്. അയാളോടും നമ്മുടെ ട്രൂമാൻ എന്നത്തെയും പോലെ ഗുഡ് മോർണിംഗ് പറയും. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ മുത്തശ്ശൻ എടുത്തോണ്ട് പോകുന്ന ആ ബക്കറ്റിന് മുകളിലും ഒരു ക്യാമറ കാണാൻ പറ്റും. കാരണം ഇതുപോലുള്ള റിയാലിറ്റി ഷോസിൽ ചുറ്റും ക്യാമറ ആയിരിക്കില്ലേ, അത് നമ്മളെ ഡീറ്റെയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ മുത്തശ്ശനോട് ഗുഡ് മോർണിംഗും പറഞ്ഞ് കാറിൽ കയറാൻ പോകുമ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു സാധനം അവന്റെ മുന്നിലേക്ക് വന്ന് വീണു. ഇത് കണ്ട് ട്രൂമാൻ വല്ലാതെ ഷോക്കായി. എന്നിട്ട് അതിന്റെ അടുത്ത് പോയി അതെന്താണെന്ന് നോക്കിയപ്പോ അത് ഈ സ്റ്റുഡിയോയിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് ആയിരുന്നു. ആക്ച്വലി ഈ ഷോ നടക്കുന്ന സ്റ്റുഡിയോയിൽ നിന്ന് അറിയാതെ വീണു പോയതാണ്. വീണതോ ട്രൂമാന്റെ മുന്നിലും. അവൻ അത് എടുത്തു നോക്കിയിട്ട് ഇതെവിടുന്നാണ് വീണത് എന്ന് മനസ്സിലാവാതെ പോലെ നിൽക്കും. പക്ഷെ അവന് ജോലിക്ക് പോവാൻ സമയമായതുകൊണ്ട് അവൻ കാറിൽ അവിടുന്ന് പോയിരിക്കുന്നു. ഇപ്പൊ ഇവന്റെ കാറിലും ക്യാമറയുണ്ട്. ഈ ഷോ 24/7 ലൈവ് ആയതുകൊണ്ട് നമ്മുടെ ട്രൂമാൻ എവിടെയൊക്കെയാണോ പോകുന്നത് അവിടെയൊക്കെ ക്യാമറ കണ്ണുകളുടെ നിരീക്ഷണത്തിലാണ് പുള്ളി. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ FM-ൽ ഒരു ന്യൂസ് പറയുന്നുണ്ട്. ട്രൂമാനുള്ള ഈ സ്ഥലത്തിന്റെ പേര് സീ ഹെവൻ എന്നാണ്. ഈ സിറ്റിയുടെ മേലെ പറന്നുകൊണ്ടിരിക്കുന്ന എയർക്രാഫ്റ്റിൽ നിന്ന് ചില ഭാഗങ്ങൾ തെറിച്ച് വീണിട്ടുണ്ട്. ഭാഗ്യത്തിന് ആർക്കും ആപത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതും ഈ ഷോയുടെ ആൾക്കാർ ചെയ്ത പണിയാണ്. ട്രൂമാന് സ്പോട്ട് ലൈറ്റ് വീണത് ഒരു സംശയവും തോന്നാതിരിക്കാൻ വേണ്ടി ഒപ്പിച്ച പണി. ഇത് കേട്ടിട്ട് ട്രൂമാനും ഓ ഇത് എയർക്രാഫ്റ്റിൽ നിന്ന് വീണ സാധനമായിരുന്നോ എന്നും പറഞ്ഞിട്ട് നേരെ ഓഫീസിനടുത്തായിട്ട് എത്തി. എന്നിട്ട് പാർക്കിങ്ങിൽ കാറ് പാർക്ക് ചെയ്ത് നമ്മുടെ ട്രൂമാൻ നടന്നു വരും. ടൗൺ
റൂമിലുള്ള മനുഷ്യരെല്ലാവരും തിരക്കിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ട്രൂമാനും നടന്നു. ആക്ച്വലി ഈ സ്പീഡിൽ നടക്കുന്നവരെല്ലാം റിയാലിറ്റി ഷോയിൽ അഭിനയിക്കുന്നവരാണ്. ഡെയിലി ട്രൂമാൻ ഈ വഴി നടന്നു വരുന്ന സമയത്ത് 2 പ്രായമായവർ ട്രൂമാനെ പിടിച്ചു നിർത്തി സംസാരിക്കാറുണ്ട്. അതും സെയിം പ്ലേസിൽ വെച്ച്. അതിന് കാരണം എല്ലാ ഷോസും നടക്കുമ്പോൾ അതിനൊരു സ്പോൺസർ ഉണ്ടാവില്ലേ, അതുപോലെ ഈ ചുമരിലുള്ള ആഡ് ആ സ്പോൺസറിൻ്റെതാണ്. അത് ഈ ഷോയിൽ കാണിക്കാൻ വേണ്ടിയാണ് പെർട്ടിക്കുലറായിട്ട് ഈ സ്ഥലത്തെത്തുമ്പോൾ തന്നെ ആ പ്രായമായവർ വന്ന് സംസാരിക്കുന്നത്. ട്രൂമാന്റെ ബാക്കിലായിട്ട് ആഡും കാണിക്കും, വ്യൂവേഴ്സ് അത് കാണുകയും ചെയ്യും. സ്പോൺസറിനും സന്തോഷമാവും. അങ്ങനെ ഈ വയസ്സായവർ വന്ന് സംസാരിക്കുമ്പോൾ ട്രൂമാനും എന്തൊക്കെയോ പറഞ്ഞ് അവിടുന്ന് പോവും. എന്നിട്ടെന്നും ജോലിക്ക് പോകുമ്പോൾ ഒരു കടയിൽ നിന്ന് ട്രൂമാൻ കുറച്ച് മാഗസിൻസ് വാങ്ങാറുണ്ട്. അതുപോലെ അന്നും കുറച്ച് മാഗസിൻസ് എല്ലാം വാങ്ങിയിട്ട് നേരെ അവന്റെ ജോലി സ്ഥലത്തേക്ക് പോവും. എന്നിട്ട് അവന്റെ ഡെസ്കിലിരുന്ന് ആർക്കും അറിയാത്തതുപോലെ കോള് ചെയ്യും. സത്യത്തില് ഈ കോള് ചെയ്യുന്നത് ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇവൻ ആരും കാണരുതെന്ന് കരുതി ഒളിച്ചൊക്കെ ഇരുന്നാണ് കോള് ചെയ്യുന്നത്. അങ്ങനെ കോള് ചെയ്ത് പറയാണ് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐലൻഡാണ് ഫ്യൂജി ഐലൻഡ്. ഇവന്റെ ആഗ്രഹമാണ് അവിടേക്കൊന്ന് പോകണം എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വിളിച്ച് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അപ്പുറത്തെ ക്യാബിനിൽ നിന്നൊരുത്ത എഴുന്നേറ്റ് നിന്ന്, ഡാ നീ ഇന്നത്തെ ന്യൂസ് പേപ്പർ കണ്ടോ? നമ്മുടെ ഐലൻഡാണ് ഏറ്റവും നല്ലത്, ബാക്കിയെല്ലാം വേസ്റ്റ് ആണ് എന്ന് പറയും. കാരണം നമ്മുടെ ട്രൂമാൻ ഈ ഐലൻഡിൽ ജീവിക്കുന്നിടത്തോളം മാത്രമേ ഈ ഷോ നടത്താൻ പറ്റുള്ളൂ. ട്രൂമാൻ ആണെങ്കിൽ ഫ്യൂജി ഐലൻഡ് ഭയങ്കര ഇഷ്ടമാണ്. അവിടേക്ക് പോകാതെ തടുക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാലും ട്രൂമാൻ കോള് ചെയ്തുകൊണ്ട് ആ ഐലൻഡിൽ സിൽവിയ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അതിന് കോളിന്റെ മറ്റേ അറ്റത്തുള്ളയാളും അങ്ങനെ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. ഇപ്പൊ ട്രൂമാന് വല്ലാത്ത വിഷമായി. ഈ വിഷമത്തിന് പിന്നിൽ വേറൊരു കഥയുണ്ട്, അത് പോകെ പോകെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്ന ട്രൂമാൻ അവൻ വാങ്ങിക്കൊണ്ടുവന്ന മാഗസിനിലെ പെണ്ണുങ്ങളുടെ ഫോട്ടോയിൽ നിന്നും കണ്ണും മൂക്കും ചുണ്ടുമെല്ലാം പാർട്സ് ആയിട്ട് കീറിയെടുക്കും. ഇതും ഇവൻ ചെയ്യുന്നതിനൊരു കാരണമുണ്ട്, അതും ഞാൻ പിന്നെ പറയാം. അങ്ങനെ ട്രൂമാൻ ഫീൽ ആയിട്ടിരിക്കുന്ന സമയത്ത് അവന്റെ ബോസ് അവിടേക്ക് വരികയാണ്. അതായത് ബോസ് ആയിട്ട് അഭിനയിക്കുന്നവൻ. ഇയാൾ വന്നിട്ട് ട്രൂമാൻ ഒരു ഫയല് കൊടുത്ത് നീ എത്രയും പെട്ടെന്ന് ഹാർബർ ഐലൻഡിലേക്ക് പോകണമെന്ന് പറയും. ഇത് കേട്ടതും ട്രൂമാനും എന്ത് ഹാർബർ ഐലൻഡോ? ഇല്ലില്ല, എനിക്കിവിടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും ബോസും പറ്റില്ല, നീ എന്തായാലും അവിടേക്ക് പോകണമെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയും. ട്രൂമാനും വേറെ വഴിയില്ലാതെ ഹാർബർ ഐലൻഡിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് ഫെറി ടെർമിനലിലേക്ക് എത്തും. എന്നിട്ട് അവിടെയുള്ള ഹാർബർ ഐലൻഡിലെ ബോട്ടിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് അവിടെ വേറൊരു ചെറിയ ബോട്ട് ഇവൻ കാണുന്നുണ്ട്. അത് കണ്ടതും ഇവന് പെട്ടെന്ന് എന്തോ ഭയം തോന്നി. കാര്യം ഈ ട്രൂമാന് വെള്ളം കണ്ട പേടിയാണ്, അതും കടല് വല്ലാത്ത പേടിയാണ്. സോ ഈ ഹാർബർ ഐലൻഡിലേക്ക് ഞാനൊന്നും പോകുന്നില്ല, വേറെ ആരെയും പോയിക്കോട്ടെ എന്നും പറഞ്ഞ് ഇവൻ നേരെ വീട്ടിലേക്ക് പോവും. അതിനുശേഷം ഇവൻ ഗാർഡനിൽ എന്തൊക്കെയോ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇവന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന മേരി അവിടേക്ക് വന്നിട്ട് ഇവനോട്, ദേ നോക്ക്, ഇന്ന് ഞാൻ പുതിയൊരു സാധനം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഇത് യൂസ് ചെയ്ത് പല തരത്തിൽ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ക്യാമറയ്ക്ക് നേരെ ആ പ്രൊഡക്റ്റ് എടുത്ത് കാണിക്കും. ഇതും ഇവരുടെ ഷോയുടെ ഭാഗമാണ്, അതായത് ആഡ്. സോ ട്രൂമാനും ഓക്കെ, അതിന് നീ എന്തിനാ റോഡിൽ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നെ, കൊണ്ടുപോയി കിച്ചണിൽ വെക്കിയെന്ന് പറയും. അവിടെ നിന്ന് കട്ട് ചെയ്ത ട്രൂമാൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ മെർലോനെ കാണാനായിട്ട് വന്നു. എന്നിട്ട് ഫ്രണ്ടിനോട് പറയാണ്, എനിക്കിവിടെ നിൽക്കാൻ തീരെ ഇഷ്ടമല്ല, വല്ലാത്ത ബോറടിയാണ്, ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഷോ ഡയറക്ടറിന്റെ അടുത്ത് നിന്ന് മെർലോന് ഇൻസ്ട്രക്ഷൻസ് വരും, അവന്റെ മൈൻഡ് മാറ്റുന്ന്. അതനുസരിച്ച് ഇവനും, നീ എന്തായി പറയുന്നേ, നമ്മുടെ നാടിന് എന്താ പ്രശ്നം, ഇവിടെ നിനക്ക് നല്ല ജോലിയുണ്ട്, ഭംഗിയുള്ളൊരു ഭാര്യയുണ്ട്, പിന്നെ നല്ല നാടും, ഇതൊക്കെ കളഞ്ഞിട്ട് നീ എവിടെ പോവാണ്? ഫ്യൂജി ഐലൻഡിലേക്ക് പോവാണ്. ഫ്യൂജി ഐലൻഡോ? അതെവിടാ? അത് നമ്മളിപ്പോൾ ഉള്ള ഐലൻഡിന് നേരെ ഓപ്പോസിറ്റിലാണുള്ളത്, അവിടെ പോയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ, ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുകയുള്ളൂ എന്നൊക്കെ പറയും. ഈ ഫ്രണ്ടും പെട്ടെന്ന് വിഷയം മാറ്റി, നീ ഈ ആവശ്യമില്ലാത്തത് ആലോചിച്ച് കൂട്ടാതെ വാ മദ്യപിക്കാന്നും പറയും. അതിനും ട്രൂമാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് കടൽ തീരത്ത് വന്നിരിക്കും. ഇപ്പോഴാണ് എന്തുകൊണ്ടാണ് ട്രൂമാന് വെള്ളം കാണുമ്പോൾ പേടിക്കുന്നത് എന്ന് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ചെറുപ്പത്തിൽ നമ്മളുടെ ട്രൂമാൻ അവന്റെ അച്ഛന്റെ കൂടെ ബോട്ടിൽ പോയിരുന്ന സമയത്ത് ഈ അച്ഛൻ കടലിൽ വീണ് മരിച്ചതാണ്. അതിനുശേഷമാണ് ട്രൂമാന് വെള്ളത്തിനോട് ഭയം തോന്നി തുടങ്ങിയത്. അതിനുശേഷം ട്രൂമാൻ ഈ ഐലൻഡ് വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല. ഇത് ഈ ഷോയ്ക്കും ഒരു അഡ്വാൻറ്റേജ് ആയി. ഇപ്പൊ ഈ ട്രൂമാൻ എങ്ങനത്തെ ആളാണ്, അവന്റെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ ഇത് കാണുമ്പോൾ ഏറെക്കുറെ നമുക്ക് മനസ്സിലാവും. ഇവിടെ മുതലാണ് കഥ മാറാൻ തുടങ്ങുന്നത്. പെട്ടെന്ന് ഇവിടെ മഴ പെയ്യാൻ തുടങ്ങും, അതും ട്രൂമാന്റെ മേലെ മാത്രം. അതവന് വലിയ അത്ഭുതമായി. എന്നിട്ട് ഇതെന്താ എൻ്റെ മേല് മാത്രം മഴ പെയ്യുന്നത് എന്ന് സംശയത്തോടെ നോക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ മഴ പെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഇത് ആ സ്റ്റുഡിയോയിൽ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആയതാണ്.
കുറച്ച് സമയം കൊണ്ട് തന്നെ ട്രൂമാന് ഈ ഒരു സംശയവും ഇല്ലാതായി. അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഇവൻ ഭാര്യയോട്, മേരി, നമ്മളിപ്പോ ഒരുപാട് സമ്പാദിച്ചില്ലേ, സന്തോഷായിട്ടല്ലേ ജീവിക്കുന്നത്, പിന്നെ നമ്മൾ എന്തിനീ നാട്ടിൽ നിൽക്കണം, നമുക്ക് ഇവിടുന്ന് വേറെ എവിടേക്കെങ്കിലും പോകാം, ലോകം എത്ര വലുതാണ് എന്നൊക്കെ ആവേശത്തോടെ പറയും. എന്നാൽ മേരി പറയാണ്, നമുക്ക് ഒരുപാട് കടങ്ങളുള്ളതല്ലേ, ലോൺ അടയ്ക്കണ്ടേ, ഇതിന്റെ ഇടയിൽ യാത്രയൊന്നും വേണ്ട, വാ പോയി കിടക്കാം, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞ് മേരി പോവും. ആക്ച്വലി എല്ലാവരും ഇവനോട് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ട്രൂമാന് ഈ ഐലൻഡ് വിട്ട് പുറത്ത് പോകണം എന്നുള്ള തോട്ട് വരുമ്പോൾ തന്നെ സ്ക്രിപ്റ്റിൽ അത് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇവൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും വിടില്ല. അതാണ് ഓരോ തവണയും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വൈഫ് നേരെ ബെഡ്റൂമിലേക്ക് പോയല്ലോ, പിന്നാലെ ഇവനും പോകുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനെയാണ് കാണിക്കുന്നത്. ഇവര് പറയാണ്, ഈ ഷോയിൽ എല്ലാം കാണിക്കുന്നുണ്ട്, എന്നും രാത്രി ഇവര് ബെഡ്റൂമിലേക്ക് പോയ ശേഷം മാത്രം എന്താ ഇവര് കാണിക്കാത്തത് എന്ന പോലെ ഇവര് തമ്മിൽ സംസാരിക്കും. അതായത് ഏതൊക്കെ മൈൻഡോട് കൂടിയാണ് ഓഡിയൻസ് ഈ ഷോ കാണുന്നത് എന്ന് ജസ്റ്റ് നമ്മളെ ഒന്ന് കാണിച്ചു തന്നതാണ്. വീണ്ടും തിരിച്ച് ട്രൂമാന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്നത്തെയും പോലെ എഴുന്നേൽക്കും, മാഗസിൻ വാങ്ങിക്കും, ഓഫീസിലേക്ക് പോവും. ഡെയിലി ഇങ്ങനെ സ്ക്രിപ്റ്റ് ബേസ് ചെയ്താണല്ലോ ട്രൂമാന്റെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊരു കാര്യം സംഭവിക്കും. എന്താണെന്നല്ലേ, ട്രൂമാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റോഡിൽ ട്രൂമാന്റെ ചെറുപ്പത്തിൽ മരിച്ചുപോയ അവന്റെ അച്ഛനെ കാണിക്കും. ട്രൂമാനും ഷോക്കായി. മരിച്ചുപോയ അച്ഛൻ ഇപ്പോ അവന്റെ കൺമുന്നിൽ ജീവനോടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അച്ഛ എന്നും വിളിച്ച് അച്ഛന്റെ അടുത്തേക്ക് വന്നു. എന്നാൽ പെട്ടെന്ന് എവിടുന്നോ കുറച്ചു പേര് വന്ന് ട്രൂമാന്റെ അച്ഛനെ എവിടുന്ന് പിടിച്ചോണ്ട് പോവും. ട്രൂമാനും എന്റെ അച്ഛനെ വിടടാ എന്നും പറഞ്ഞ് പിന്നാലെ പോകുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ആ സെറ്റിലുള്ളവർ ഈ അച്ഛന്റെ ട്രൂമാന്റെ അടുത്ത് സംസാരിക്കാൻ സമ്മതിക്കാതെ അവിടുന്ന് കൊണ്ടുപോയി. ഇപ്പൊ ട്രൂമാന് വല്ലാത്ത സംശയങ്ങൾ തോന്നി. അമ്മയോട് ഈ കാര്യം പറയാമെന്ന് കരുതി അവൻ നേരെ അമ്മയുടെ അടുത്ത് വരും. ഈ അമ്മയും പെയ്ഡ് ആർട്ടിസ്റ്റ് ആണ്. ട്രൂമാൻ വന്ന് ഈ കാര്യം പറയുന്നുണ്ടെങ്കിലും അമ്മ അത് വലിയ കാര്യമാക്കാതെ, ഞാനും നിന്റെ അച്ഛനെ ഒരു ദിവസം 100 തവണയെങ്കിലും കാണാറുണ്ട്, കാരണം നമുക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് അച്ഛൻ നമ്മുടെ മുന്നിൽ വരുന്നത് പോലെ നമുക്ക് തോന്നുന്നത് എന്നൊക്കെ രക്ഷപ്പെടാൻ എന്ന പോലെ പറയും. എന്നാൽ ട്രൂമാൻ ഇത് വിടുന്ന ലക്ഷണമില്ല. ഇല്ലമ്മ, ഞാൻ എൻ്റെ ഈ 2 കണ്ണുകൊണ്ട് അച്ഛനെ കണ്ടതാണെന്ന് തറപ്പിച്ച് പറയും. എന്നാൽ അമ്മ, ഇല്ല മോനെ, നിനക്ക് അച്ഛൻ്റെ ഓർമ്മകൾ വന്നതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് എന്ന് കൺഫ്യൂസ് ആക്കി വിടും. അങ്ങനെ ചിലപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടത് എന്ന് ട്രൂമാനും തോന്നി തുടങ്ങി. അതിനുശേഷം ട്രൂമാൻ അവന്റെ പഴയ സാധനങ്ങളൊക്കെ വെച്ച തകരപ്പെട്ടി ഓപ്പൺ ചെയ്ത് അതിലുള്ള ഇവന്റെ അച്ഛന്റെ ഫോട്ടോ എടുത്തു നോക്കി ഫീൽ ആവും. ആ പെട്ടിയിൽ ഒരു കവറിലായിട്ട് ഒരു ഷോളും ഉണ്ടായിരുന്നു. അതെടുത്തു നോക്കി ട്രൂമാൻ വല്ലാതെ ഇമോഷണൽ ആയിട്ട് ഫീൽ ആയി. ഇതെല്ലാം ഓഡിയൻസും കാണുന്നുണ്ട്. എന്നിട്ട് ബാറിൽ ജോലി ചെയ്യുന്ന ഈ 2 പെണ്ണുങ്ങൾ ഇത് കണ്ടിട്ട് അവർ ഈ ഷോയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാവും, എന്നാൽ അവന്റെ മനസ്സിൽ നിന്നും ആയില്ലല്ലോ എന്ന് പറയും. ഇപ്പൊ വീണ്ടും ഈ ഷോയിലുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എന്താന്ന് വെച്ചാൽ ഈ ഷോയിൽ ആദ്യം ട്രൂമാന്റെ വൈഫായിട്ട് അഭിനയിക്കാൻ ഫിക്സ് ചെയ്തത് ഇപ്പോൾ ഉള്ള മേരിയെ ആയിരുന്നില്ല, ലോറൻ എന്നൊരു പെണ്ണിനെ ആയിരുന്നു. ഈ ലോറനെയാണ് നമുക്കിപ്പോ കാണിച്ചു തരുന്നത്. നമ്മുടെ ട്രൂമാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഇവന് ലോറനെ വലിയ ഇഷ്ടമായിരുന്നു. ലോറൻ തിരിച്ചും. എന്നാൽ മേരി അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയെന്നല്ലേ, മേരി ട്രൂമാനെ വൺ സൈഡ് ആയിട്ട് പ്രേമിക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടായിരുന്നു കാണിച്ചിരുന്നത്. എപ്പോഴും ഇവന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ട്രൂമാന് ലോറയുടെ ആയിരുന്നു ഇഷ്ടം. ഒരിക്കൽ ലൈബ്രറിയിൽ വെച്ച് പ്രപ്പോസ് ചെയ്യാനും പോയതാണ്. ഇവൻ പ്രപ്പോസ് ചെയ്ത സ്ക്രിപ്റ്റ് അനുസരിച്ച് ലോറനും ട്രൂമാനും തമ്മിൽ കല്യാണം നടന്നേനെ. ഇപ്പൊ മേരിയുടെ സ്ഥാനത്ത് ട്രൂമാന്റെ വൈഫായിട്ട് ലോറൻ ഇരുന്നേനെ. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ട്രൂമാൻ പ്രപ്പോസ് ചെയ്തു, നമുക്ക് പുറത്ത് വല്ല കോഫി ഷോപ്പിലും പോയാലോ എന്ന പോലെ പറഞ്ഞിരുന്നു. എന്നാൽ ലോറ, ഇപ്പൊ തന്നെ പോകാം, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് അവൾ പറയാതെ എഴുതി കാണിച്ചു. കാരണം ഈ ഷോയിൽ ട്രൂമാന് പേരായിട്ട് അഭിനയിക്കാൻ വന്ന ഈ ലോറൻ ട്രൂമാനെ ശരിക്കും പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. ഇതുപോലെ ഈ ഷോയിൽ കുടുങ്ങി അവൻ കഷ്ടപ്പെടുന്നതിൽ അവൾക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഷോയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവനോട് പറയണം. അങ്ങനെ അവനെ ഇതിൽ നിന്ന് രക്ഷിച്ച് വേറെ എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെയായിരുന്നു ലോറൻ വിചാരിച്ചിരുന്നത്. സോ അതിനായി ക്യാമറയൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ട്രൂമാനെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ അവൾ ആ സത്യം പറയാൻ തുടങ്ങുന്നതിന് മുൻപ് അവിടേക്കൊരു വണ്ടി വരും. അതായത് സെറ്റിൽ നിന്ന് അയച്ചതാണ്. ഇവള് സത്യം പറയുന്നതിന് മുൻപ് അവളെ പിടിച്ചോണ്ട് വരാൻ വേണ്ടി. അങ്ങനെ ആ കാറിൽ നിന്ന് ഒരാൾ വന്ന് ട്രൂമാനോട്, സോറി, ഇതെന്റെ മകളാണ്, ഇവൾക്ക് മെന്റലി ചെറിയ പ്രശ്നമുണ്ട്, ഇതുപോലെ 10ഉം 20ഉം പേരെയായി കൂട്ടിക്കൊണ്ട് വരുന്നു, ഇവള് പറയുന്നൊന്നും കാര്യാക്കണ്ടെന്നും പറഞ്ഞ് ലോറനെ അവിടുന്ന് പിടിച്ചു വലിച്ച് കൂട്ടിക്കൊണ്ട്
കൂട്ടിക്കൊണ്ടുപോകും. ഇന്ന് അപ്പോഴും ലോറൻ, എന്റെ പേര് ലോറൻ എന്നല്ല, സെൽവിയ. ഞാൻ ഫിജി ഐലൻഡിലാണ് താമസിക്കുന്നത്. നീ ഈ കാണുന്നതൊന്നും സത്യമല്ല, ഈ മണ്ണ് പോലും സത്യമല്ല, എന്നെ വിശ്വസിക്ക്. നീ ഇവിടുന്ന് രക്ഷപ്പെടണം എന്നൊക്കെ ഈ ഷോയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അപ്പോൾ ട്രൂമാന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. പെട്ടെന്ന് ഒരാള് നിങ്ങളോട് നീ ജീവിക്കുന്ന നിന്റെ ജീവിതം ഫേക്കാണ്, അത് ഈ ലോകത്തിന്റെ മൊത്തം ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ? അവൻ അവന്റെ റിയൽ ലൈഫല്ലേ ജീവിക്കുന്നത്. സോ അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനൊരു കാര്യം നടന്നിരുന്നു. സോ അതുകൊണ്ടാണ് ലോറനെ മാറ്റി ആ സ്ഥാനത്തേക്ക് മേരി വന്നത്. അവളെ കല്യാണം കഴിച്ച് ഇവൻ ഒരു നോർമൽ ലൈഫ് ജീവിച്ചു വരികയാണ്. ബാക്ക് ടു പ്രസന്റിലേക്ക് വരുമ്പോൾ ഓഡിയൻസും ഇവൻ സെൽവിയെ ഇപ്പോഴും മറന്നിട്ടില്ല. ഇവൻ അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ അവളുടെ കൂടെ പോവായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഷോയില് ട്രൂമാന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുപോലെ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് അവന് സിൽവിയെ അന്വേഷിച്ചു പോവാൻ കഴിയാതെ വന്നത്. അവന് ഫിജി ഐലൻഡിലേക്ക് പോകണമെന്ന ആഗ്രഹം വന്നത് തന്നെ സിൽവിയെ ഓർത്തത് കൊണ്ടാണ്. എന്നാൽ ആ ആഗ്രഹം നടപ്പിലാക്കാൻ കഴിയാത്തത് ഈ ഷോ കാരണമാണ്. അങ്ങനെ വ്യൂവേഴ്സും ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. ഇപ്പൊ ഷോയ്ക്കകത്ത് ട്രൂമൻ വല്ലാത്ത ഫീൽ ആയിട്ട് ഇരിക്കുകയാണ്. അത് മാത്രമല്ല, ഇവൻ ഓരോ മാഗസീനിൽ നിന്ന് ഓരോ പെണ്ണുങ്ങളുടെ കണ്ണും മൂക്കും ചുണ്ടും എല്ലാം പാർട്സ് ആക്കി വെട്ടിയെടുത്തിരുന്നല്ലോ. അതിന് പിന്നിലും ഒരു കാരണമുണ്ട്. എന്താന്നല്ലേ, സിൽവിയയുടെ ഫേസ് അവന് മറക്കാനേ കഴിഞ്ഞിരുന്നില്ല. അവനത് ആഗ്രഹിച്ചിട്ടുമില്ല. ഇപ്പൊ ഈ വെട്ടിവെച്ച കണ്ണും മൂക്കും എല്ലാം എടുത്ത് അവൻ സിൽവിയയുടെ മുഖമുണ്ടാക്കും. ഇതെല്ലാം ഓഡിയൻസിനെ പോലെ സിൽവിയയും കാണുന്നുണ്ട്. സിൽവിയ ഇപ്പോഴും ഈ ട്രൂമാനെ പ്രണയിക്കുന്നുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഈ ഷോയെ കുറിച്ച് അറിഞ്ഞ് അവന്റെ ജീവിതം ഫേക്ക് ആണെന്ന് മനസ്സിലാക്കി തന്നെ തേടി വരുമെന്ന് ചിന്തിച്ചാണ് സിൽവിയ ഇപ്പോഴും ജീവിക്കുന്നത്. നമ്മുടെ ട്രൂമാൻ എന്നത്തെയും പോലെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ സ്റ്റുഡിയോയിൽ സംഭവിച്ച ചെറിയൊരു തകരാറ് മൂലം എന്നും അവൻ കേൾക്കുന്ന റേഡിയോയിലെ ഫ്രീക്വൻസി മാറി. ഇവർ സെറ്റിൽ വാക്കി ടോക്കിയിൽ സംസാരിക്കുന്നത് ട്രൂമാൻ കേട്ടു. ഇങ്ങനെ ട്രൂമാൻ ഈ സ്ട്രീറ്റിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പൊ ടേൺ ചെയ്യും എന്നൊക്കെ ഇവർ സംസാരിക്കുന്നത് ട്രൂമാൻ കേട്ടതും അവന് എന്തൊക്കെയോ സംശയങ്ങൾ വരാൻ തുടങ്ങി. അവൻ കാറിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഫസ്റ്റ് ടൈം അവൻ കാണുന്ന എല്ലാം ഓൾറെഡി അവൻ കണ്ടതുപോലെ തോന്നി. ആ മാഗസിൻ വാങ്ങാൻ പോകുമ്പോൾ അവിടെ കാണുന്ന ആൾക്കാരാകട്ടെ, അവർ സംസാരിക്കുന്നതായിക്കോട്ടെ, എല്ലാം അവന് ഓൾറെഡി കണ്ടതുപോലെ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് എന്നും ഓഫീസിലേക്ക് പോകുന്നവൻ അന്ന് ഓഫീസിന് പുറത്തേക്ക് വന്ന് ചുറ്റും നോക്കി. ഇപ്പോഴും അവന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഓഫീസിലേക്ക് പോകാതെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് കയറി. ഇത് ഈ ഷോയുടെ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് ആ ബിൽഡിങ്ങിനകത്തുള്ളവർ പെട്ടെന്ന് ട്രൂമാൻ വന്നത് കണ്ടൊന്ന് ഞെട്ടി. എന്നിട്ട് അവിടുന്ന് അകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇവനെ തടയുന്നുണ്ട്. എന്നാലും ട്രൂമാൻ വേഗം പോയി ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്തി. ലിഫ്റ്റ് ഓപ്പൺ ആവുകയും ചെയ്തു. എന്നാൽ അത് ലിഫ്റ്റ് ആയിരുന്നില്ല, അഭിനയിക്കാൻ വന്നവരൊക്കെ റെസ്റ്റ് ചെയ്യുന്ന ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള ഒരു റൂമായിരുന്നു. അതിവൻ കാണുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അവിടെയുള്ളവർ ട്രൂമാനെ അവിടുന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ട്രൂമാന് സംശയങ്ങൾ കൂടി വന്നു. എന്നിട്ട് അവന്റെ ചെറുപ്പം മുതലെയുള്ള ബെസ്റ്റ് ഫ്രണ്ടായ മെർലോന്റെ അടുത്ത് പോയിട്ട് ഇവനും അഭിനയിക്കുകയാണ്. എന്നാലും ട്രൂമാന് ചെറുപ്പം മുതലെയുള്ള ഫ്രണ്ട് ഇവനാണല്ലോ. സോ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ എന്തൊക്കെയോ തെറ്റായിട്ട് നടക്കുന്നുണ്ടടാ. ഈ നാട്ടിലുള്ള എല്ലാവരും ഓൾറെഡി ആരോ എന്തോ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പോലും ആ ആന്റി എന്നെ നോക്കുന്നത് നോക്ക്, അതുപോലും ഒരു അഭിനയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഈ ഫ്രണ്ടായിട്ട് ഇവനെ കൂടെ നിർത്തിയിരിക്കുന്നത് തന്നെ ട്രൂമാനെ കൺഫ്യൂസ് ചെയ്യാനല്ലേ. സോ ഇവനപ്പോ നീ എന്റെ ജോലി നശിപ്പിക്കരുത്, എന്തുണ്ടെങ്കിലും നമുക്ക് ഈവനിങ്ങിൽ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് അവൻ എസ്കേപ്പായി ഈവനിങ്ങിൽ വന്ന് നമ്മുടെ ട്രൂമാനെ മീറ്റ് ചെയ്യും. ഇതിനിടയിൽ ഈ ഫ്രണ്ട് പോയി ഷോ ഡയറക്ടറിനെ കണ്ട് അടുത്തത് അവനോട് എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചു വന്നതായിരിക്കും. ഈ ട്രൂമാന് ചുറ്റും നിൽക്കുന്നവരുടെ ജോലി തന്നെ ഇവൻ എന്തെങ്കിലും ഡൗട്ട് വരുമ്പോ ഇവനെ കൺഫ്യൂസ് ചെയ്യലാണല്ലോ. എന്നിട്ട് ട്രൂമാനോട് ദേ നോക്ക്, ഇതെല്ലാം നിന്റെ മനസ്സിന്റെ പ്രശ്നമാണ്, ഇങ്ങനെയൊക്കെ നടക്കുന്നുള്ളത് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് ചുറ്റുമുള്ള എല്ലാവരും നീ കാണാൻ വേണ്ടി എന്തിനഭിനയിക്കണം? അങ്ങനെയാണെങ്കിൽ ഈ സൂര്യനും അഭിനയിക്കല്ലേ, രാവിലെ ആകുമ്പോ ഉദിക്കുകയും വൈകുന്നേരം ആകുമ്പോ അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്, പിന്നെ എങ്ങനെ ഇതൊക്കെ സത്യമാവുമെന്ന് ചോദിക്കും. നമ്മുടെ ട്രൂമാനും എപ്പോഴത്തെയും പോലെ നീ പറഞ്ഞതാണ് ശരി, എനിക്കത് ഇങ്ങനെ തോന്നുന്നതെന്ന് അറിയില്ല, എന്നാൽ എനിക്ക് ഇവിടെ നിൽക്കുന്നത് തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരും. അവിടെ ട്രൂമാന്റെ അമ്മയും ഭാര്യയും ഇരുന്ന് പഴയ ആൽബം ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ ചെറുപ്പത്തിലെടുത്ത എല്ലാ ഫോട്ടോസും അതിലുണ്ട്. ഓൾറെഡി ഇവൻ കൺഫ്യൂസ് ആയിട്ടാണുള്ളത്. അതിൽ നിന്ന് ഇവനെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഇതുപോലുള്ള ഇമോഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു വേണം കൊണ്ടുവരാൻ. സോ അതിനു വേണ്ടിയാണ് ഈ ഫോട്ടോസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആൽബം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ആൽബത്തിലെ ഫോട്ടോസ് കണ്ട് അവൻ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഈ അമ്മയും ഭാര്യയും ഇപ്പൊ എന്തിനാ ഈ ഫോട്ടോസ് ഒക്കെ നോക്കുന്നേ, ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോയിട്ട് വരാൻ, ചെറിയ ജോലി ഉണ്ടെന്നും പറഞ്ഞു എസ്കേപ്പ് ആവും. എന്നാൽ ട്രൂമാൻ ആ ആൽബം വീണ്ടും നോക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ വെഡിങ് ഫോട്ടോ കണ്ടത്. അതിൽ മേരി അവളുടെ വിരലുകൾ തമ്മിൽ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവൻ കണ്ടു. നോർമലി ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും കള്ളത്തരമാണ് കാണിക്കുന്നതെങ്കിൽ
വിരലുകൾ തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കും. ശരിക്കുള്ള മാരേജ് അല്ലല്ലോ നടക്കുന്നത്, അതുകൊണ്ടാണ് മേരിയും അങ്ങനെ വെച്ചത്. എന്നാൽ ഇതൊന്നും ഇവൻ അറിയില്ലല്ലോ. ഇവൻ ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചല്ലേ ജീവിക്കുന്നത്. എന്നാൽ മേരിക്കാണെങ്കിൽ ഇത് ഒറിജിനൽ മാരേജ് അല്ല. ഈ ഒരു കാര്യം നമ്മുടെ ട്രൂമാൻ നോട്ടീസ് ചെയ്യും. ഓൾറെഡി ഇവന് ചെറിയ സംശയങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം കൂടെയുള്ളവർ ഇവനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റും. എന്നാൽ ഇപ്പൊ അവന് സംശയത്തിന്റെ മേലെ സംശയം വന്നോണ്ടിരുന്നു. എന്നിട്ട് ഇനി ആരെയും വിശ്വസിക്കാൻ പാടില്ല, ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കുമെന്ന് തീരുമാനിച്ച് നെക്സ്റ്റ് ഡേ രാവിലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നത്തെയും പോലെ ട്രൂമാന്റെ ഭാര്യ മേരി ജോലിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. ഇവൾ ഒരു നേഴ്സ് ആണെന്നാണ് ഇവനോട് പറഞ്ഞിരിക്കുന്നത്. ദിവസവും ഇങ്ങനെ തിരക്കിട്ടാണ് അവൾ പോകാറുള്ളത്. അപ്പൊ ട്രൂമാൻ ഭാര്യയോട് നീ ഇന്ന് ലീവ് എടുക്ക്, നമുക്കിന്ന് ഈ ഐലൻഡിന് പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞതും മേരി എന്ത് പറയണമെന്ന് അറിയാതെ മിഴിച്ചു നിൽക്കും. എന്നിട്ട് ഇന്ന് എനിക്ക് ഒട്ടും പറ്റില്ല എന്ന് പറയാണ്. ട്രൂമാന് കാരണം ചോദിച്ചപ്പോൾ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർജറി ഉണ്ടെന്ന് പറഞ്ഞതും ട്രൂമാനും ഓക്കെ എന്ന് നീ പോയിക്കോ എന്ന് അവളെ പറഞ്ഞയക്കും. മേരിയും രക്ഷപ്പെട്ടു എന്ന പോലെ വീട്ടിൽ നിന്ന് പോവും. എന്നാൽ നമ്മുടെ ട്രൂമാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നേരെ അവളെ ഫോളോ ചെയ്ത് അവളുടെ ഹോസ്പിറ്റലിലേക്ക് എത്തും. ഈ ഹോസ്പിറ്റലും ഒരു സെറ്റാണല്ലോ, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിനകത്ത് ഈ ട്രൂമാനെ കണ്ടതും അവിടെയുള്ളവരെല്ലാം ഒന്ന് പതറി. കൂടെ ഇവനെ എങ്ങനെയെങ്കിലും സംസാരിച്ച് പറഞ്ഞയക്കണമെന്ന ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. സോ ഒരു ലേഡി വന്നിട്ട് നിങ്ങളുടെ വൈഫിനെ ഇപ്പൊ കാണാൻ പറ്റില്ല, അവർ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് പറയും. അതിനി ട്രൂമാനും ആണോ, അങ്ങനെയാണെങ്കിൽ അവളോട് ഞാൻ ഫ്യൂജി ഐലൻഡിലേക്ക് പോവുകയാണ്, ഇനി ഈ നാട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോകുന്നത് പോലെ കാണിച്ച് വീണ്ടും ഹോസ്പിറ്റലിനകത്തേക്ക് കയറിപ്പോവും. ഇവൻ ഈ ചെയ്യുന്നതൊക്കെ ആരും അറിയില്ലെന്നാണ് ഇവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഇവൻ ഈ ചെയ്യുന്നതെല്ലാം ലൈവായിട്ട് ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ മേരി ഇവനെ പറ്റിക്കുകയാണോ എന്ന് അറിയാൻ വേണ്ടി അവൻ നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ ലക്ഷ്യമാക്കി നടന്നു പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അവനറിയാതെ ഇവനെ തടുക്കാനായിട്ട് വീൽ ചെയറിലെ ആൾക്കാർ വരും. വേറൊരാൾ വന്നിട്ട് നടുവിൽ ഒരു ട്രോളി കൊണ്ടുവച്ച് തടുക്കുന്നുണ്ട്. അതൊന്നും വകവെക്കാതെ ട്രൂമാൻ നേരെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിലേക്ക് എത്തും. ഇവൻ അവിടേക്ക് വരുന്നതിന് മുമ്പ് ഒരു വിധത്തിൽ അവിടെ ഓപ്പറേഷൻ തിയേറ്റർ പോലെ സെറ്റ് ആക്കിയിരുന്നു. ഇവന് സംശയം വരാതിരിക്കാൻ വേണ്ടി ഒരാളെ സ്ട്രക്ചറിൽ പിടിച്ച് കിടത്തിയിട്ടുമുണ്ട്. എന്നാൽ ട്രൂമാൻ സർജറി ചെയ്യുന്നത് കാണാതെ പോവില്ല എന്ന വാശിയിൽ നിൽക്കുകയാണ്. അപ്പൊ ഷോ ഡയറക്ടറും ഇവരോട് സ്ട്രക്ചറിൽ കിടക്കുന്നയാളെ ലൈറ്റ് ആയിട്ടൊന്ന് മുറിക്കാൻ പറഞ്ഞത് കേട്ടതും ആ ആള് സ്ട്രക്ചറിൽ നിന്ന് എഴുന്നേറ്റ് ഓടാൻ നോക്കി. എന്നാലും ഇവർ ആ സിറ്റുവേഷൻ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു. ഭാഗ്യത്തിന് ആ സമയത്ത് കുറച്ച് സെക്യൂരിറ്റി ഓഫീസേഴ്സ് വന്ന് ട്രൂമാൻ അവിടുന്ന് പിടിച്ചോണ്ട് പോകും. അതിനുശേഷം ട്രൂമാൻ ഇനിയും ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഫ്യൂജി ഐലൻഡിലേക്ക് പോകാൻ തീരുമാനിച്ച് ഒരു ട്രാവൽ ഏജൻസിയിൽ ചെന്നിരിക്കും. അവിടെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സംഭവിക്കുക എന്ന് എഴുതി വെച്ചിട്ടുള്ള ഫ്ലൈറ്റിന് മിന്നലടിക്കുന്നത് പോലെ ഒരു പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ഏജൻസിയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കോ? ഇതെല്ലാം ട്രൂമാനെ മാനിപ്പുലേറ്റ് ചെയ്യാനായി കൊണ്ടുവച്ചതാണ്. എന്നിട്ട് എനിക്ക് ഇന്ന് തന്നെ ഫ്യൂജി ഐലൻഡിലേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞതും ആ ഏജന്റും സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുന്നത് പോലെ കാണിച്ച് സോറി സാർ, ഇന്ന് ടിക്കറ്റ് ഇല്ല, ഒരു മാസത്തേക്ക് ഫ്ലൈറ്റ് എല്ലാം ഫുള്ളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് മന്തിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് പറയും. ട്രൂമാൻ ഞാൻ ചോദിക്കുമ്പോഴെല്ലാം ഓരോ മാസം നീട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ എന്താ ബസ്സിന് പോവാലോ, എങ്ങനെയും ഈ നാട് വിട്ടു പോകണമെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് ബസ്സിനകത്തേക്ക് കയറും. ട്രൂമാൻ അവിടേക്ക് വരുന്നതിന് മുൻപ് തന്നെ ന്യൂസ് കിട്ടി ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ബസ്സും ഡ്രൈവറും അതിൽ പാസഞ്ചേഴ്സും എല്ലാം ട്രൂമാൻ വരുന്നതിന് മുൻപേ അവിടെ സെറ്റ് ചെയ്തിരുന്നു. ട്രൂമാൻ നേരെ ബസ്സിനകത്ത് കയറിയിരുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ബസ്സിന്റെ മുൻവശത്ത് നിന്ന് പുക വരാൻ തുടങ്ങി. ഇതും ഇവരുടെ സെറ്റപ്പ് ആയിരുന്നു. സോ ഡ്രൈവറായിട്ട് അഭിനയിക്കുന്ന ആൾ എഴുന്നേറ്റ് സോറി ബസ് ബ്രേക്ക് ഡൗൺ ആയി, ഒരടി പോലും മുന്നോട്ട് പോവില്ല എന്ന് പറയും. ഇതെല്ലാം കാണുമ്പോൾ ട്രൂമാൻ ഇനി എന്ത് ചെയ്യും എന്ന ആകാംക്ഷ നമുക്കുള്ളതുപോലെ തന്നെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇനി ഇവൻ എന്ത് ചെയ്യുമെന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വലുതായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കരുതിയ ട്രൂമാൻ വീടിന് പുറത്തുള്ള അവന്റെ കാറിൽ ശാന്തനായി ഇരിക്കുകയാണ്. ഇത് കണ്ട മേരിയും വന്ന അവനോട് ഇതെന്താ കാറിലിരിക്കുന്നതെന്ന് ചോദിച്ചതും അവൻ അവളോട് കാറിനകത്തേക്ക് കയറാൻ പറയും. എന്നിട്ട് ഞാനിപ്പോൾ പറയുന്നത് ഇവിടെ നടക്കുമെന്ന് പറഞ്ഞിട്ട് റെഡ് കളർ സൈക്കിളിൽ ഒരു പെൺകുട്ടി പോവും, വേറൊരുത്തൻ ബൊക്കെയായിട്ട് നടന്നു പോവും, അവസാനം ഒരു യെല്ലോ കാറും പോവും. ഇപ്പൊ അവൻ പറഞ്ഞതുപോലെ നടക്കും. അതിന് മേരിയും ദിവസവും അവർ ഇതുപോലെ പോവാറുണ്ട്, ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വിഷയം മാറ്റും. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ചേഞ്ച്, നമുക്ക് കാറിൽ ഫ്യൂജി ഐലൻഡിലേക്ക് പോവാന്നും പറഞ്ഞ് ട്രൂമാൻ കാർ സ്റ്റാർട്ട് ചെയ്യും. ഇനി എന്ത് ചെയ്യുന്നു ഇവൾക്കറിയില്ല. ഈ ഒരു കാര്യം ഷോ ഡയറക്ടർ അറിഞ്ഞു. എന്നിട്ട് ഇവർ പോകുന്ന വഴിയിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. എനിക്കറിയാം എന്നെ തടുക്കാൻ വേണ്ടി ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുന്ന എനിക്കറിയാമെന്ന് ട്രൂമാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ട് മേരിയും എന്തിനാ വെറുതെ ട്രാഫിക് ജാമിനൊക്കെ കുറ്റം പറയുന്നത്, ഈ റൂട്ടിൽ ഇത് എപ്പോഴും പതിവാണെന്ന് പറഞ്ഞതും അങ്ങനെയാണോ എന്ന് ചോദിച്ച് അവിടെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. അതിന് ചുറ്റും സ്പീഡിൽ കാർ ഓടിച്ച് ഇവർ ഏത് ഡയറക്ഷനിലേക്കാണ് തിരിയാൻ പോകുന്നത് എന്ന് കൺഫ്യൂഷനാക്കി സിറ്റിക്ക് പുറത്തേക്ക് പോകുന്ന വഴിയിലേക്ക് പെട്ടെന്ന് കാർ ഓടിച്ചു പോയി. എല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് ഇവർക്ക് അവിടെ ട്രാഫിക് ജാമൊന്നും അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞില്ല.
സോ ട്രൂമാൻ ഇപ്പൊ കാർ ഓടിച്ച് ആ ഐലൻഡിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു ബ്രിഡ്ജിനടുത്തെത്തിയതും ട്രൂമാൻ പെട്ടെന്ന് കാറ് സഡൻ ബ്രേക്ക് ഇട്ടു. കാരണം ബ്രിഡ്ജിനടിയിൽ വെള്ളമാണ്. ഇവന് ചെറുപ്പം മുതലുള്ള ആ ട്രോമയിൽ നിന്ന് ഇപ്പോഴും പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇങ്ങനെ പേടിച്ചാൽ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ഇവൻ കണ്ണ് മുറുക്കി അടച്ച് ആക്സിലേറ്റർ കൊടുത്തു. കാർ സ്പീഡിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. മേരി അത് നിർത്താൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവളെ കൊണ്ടതിന് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ട്രൂമാൻ ഈ ഐലൻഡ് വിട്ട് പുറത്തു പോയാൽ പിന്നീട് ഈ ഷോ ഉണ്ടാവില്ല. സോ ഷോ ചെയ്യുന്നവരും കാട്ടുതീ വന്നിട്ടുണ്ട്, ഇവിടേക്ക് വരരുത് എന്ന് ഒരു ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊന്നും ട്രൂമാൻ വകവെക്കാതെ മുന്നോട്ട് പോയി. റോഡിന് പുറകെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. അതും ട്രൂമാൻ കടന്നുപോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ ഒരു തീപിടുത്തം പോലെ സെറ്റ് ചെയ്ത് ഇവർ വന്നതും, സാർ ഇവിടേക്കൊന്നും വരാൻ പാടില്ല, ഇവിടെ കാടിനകത്ത് ഒരു ന്യൂക്ലിയർ ഫാക്ടറിക്ക് തീ പിടിച്ച് ഫുൾ റേഡിയേഷൻ പടർന്നിട്ടുണ്ട്, ഇത് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും വരെ പ്രശ്നമാകും, പ്ലീസ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞതും, എന്തായാലും ഒരു പോലീസ് ഓഫീസർ വന്ന് പറഞ്ഞതല്ലേ, പോയേക്കാം, ഞാൻ എന്തൊക്കെയോ ഭ്രാന്ത് പോലെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് ആ ഓഫീസറിനെ വിഷ് ചെയ്യുന്ന പോലെ ഗുഡ് ഡേ ഓഫീസർ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാനായി കാർ തിരിക്കുമ്പോൾ ഈ ഓഫീസറും ഓക്കെ ട്രൂമാൻ നിങ്ങൾക്ക് ഗുഡ് ഡേ ആവട്ടെ എന്ന് അറിയാതെ ഇവന്റെ പേര് പറയും. ഇത് കേട്ടതും ട്രൂമാൻ സംശയത്തോടെ ഇയാൾക്ക് എങ്ങനെ എന്റെ പേരറിയാം, അപ്പോൾ ഇതും സെറ്റപ്പ് ആണോ എന്നും പറഞ്ഞ് അവൻ കാറിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങി. അവിടെയുള്ള എല്ലാവരും ഇവന്റെ പിന്നാലെ ഓടി. ട്രൂമാനും ഓടി ഓടി കാടിനകത്തോടെ ഓടുന്ന സമയത്ത് കാല് തെറ്റി വീണതും ഇവരെല്ലാരും ചേർന്ന് അവനെ പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. ട്രൂമാൻ ഇപ്പൊ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ മേരിയും ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്നത് പോലെ ഇതിനിടെ കൂടെ നിങ്ങളിപ്പോ വല്ലാതെ കൺഫ്യൂഷനിലാണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഫി കുടിച്ചുകൂടാ, 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നിറഞ്ഞതാ എന്ന് ഈ സമയത്ത് ഒരു കൊമേഴ്ഷ്യൽ ആഡ് പറയും. ഇത് കേട്ടതും ട്രൂമാന് ദേഷ്യം വന്നു. ഇത്രയും നേരം നീ നന്നായിട്ടല്ലേ സംസാരിച്ചത്, ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് നിനക്ക് അറിയാലോ, പിന്നെ എന്തിനാ എവിടേക്കോ നോക്കി ഒരു കോഫി പരസ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, സത്യം പറയും നീ ആ കൂട്ടത്തിലുള്ളതാണോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് ഒച്ചയുണ്ടാക്കും. മേരിയും പേടിച്ച് കയ്യിൽ കത്തിയെടുത്ത് ദേ നോക്ക് പറഞ്ഞാ കേക്ക്, നിങ്ങൾ കോഫി കുടിക്കുന്നു കരുതിയാ ഞാനത് പറഞ്ഞത്, അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറയും. എന്നാലും ട്രൂമാൻ ഇല്ല, നിങ്ങൾ എല്ലാവരും കൂടി എന്തോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് മേരിയുടെ കഴുത്തിന് പിടിക്കും. മേരിയും ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ് അലറും. ട്രൂമാനും ഇവിടെ നമ്മൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ, പിന്നെ ആരോടാ നീ വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവളുടെ പിന്നാലെ വരും. അപ്പോഴും മേരി ഇവനെ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യിക്കാനാണ് നോക്കുന്നത്. ഞാൻ വേറെ ആരോടും അല്ല ദൈവത്തിനോടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആ സമയം കറക്റ്റ് ആയിട്ട് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മെർലോനെ അവിടേക്ക് വരാൻ പറഞ്ഞ് അവൻ കയ്യിൽ ബീറും കൊണ്ട് അവിടേക്ക് വരും. മെർലോനെ കണ്ടതും മേരി അവനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നോക്ക് നിന്റെ ഫ്രണ്ട് എന്നെ കൊല്ലാൻ വരുന്നത് എന്ന് ഉറക്കെ പറഞ്ഞിട്ട് അവന്റെ ചെവിയിൽ നല്ല സമയത്താ നീ വന്നത്, ദൈവത്തിനോർത്ത് എന്നെ പുറത്തേക്ക് കൊണ്ടുവിടും, നിനക്ക് പുണ്യം കിട്ടുമെന്ന് പറഞ്ഞ് കെഞ്ചും. അതിനുശേഷം മെർലോൺ ട്രൂമാനെയും കൂട്ടി പതിവായി ഇവർ മീറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന് ഇവനെ വീണ്ടും കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ നിനക്ക് എന്താ പറ്റിയേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, 7 വയസ്സ് മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആണ്, അതുപോലെ നീ വിശ്വസിക്കുന്നില്ലേ എന്നൊക്കെ പറയും. അതിന് നമ്മുടെ ട്രൂമാനും വല്ലാതെ ഇമോഷണലായി അതല്ലടാ ജീവിതം തന്നെ സത്യമല്ലാത്തതുപോലെ തോന്നുകയാണ്, എല്ലാം ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുകയാണെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഫീൽ ആവും. അതിന് ഈ മെർലോണും ഇവനെ സമാധാനിപ്പിക്കുന്നത് പോലെ വലിയ വലിയ ഇമോഷണൽ ഡയലോഗ്സ് ഒക്കെ പറയും. ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അവിടുന്ന് കട്ട് ചെയ്ത് ഷോ ഡയറക്ടറെയാണ് കാണിക്കുന്നത്. ഇയാൾ ക്യാമറയ്ക്ക് പുറത്ത് നിന്നിട്ട് ഈ ഡയലോഗ്സ് എല്ലാം പ്രോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ മെർലോൺ പറയുന്നത്. ഓൾറെഡി ട്രൂമാന് സംശയങ്ങൾ തോന്നി തുടങ്ങിയല്ലോ, അതില്ലാതാക്കാനായിട്ട് ഈ ഡയറക്ടർ എപ്പോഴത്തെയും പോലെ ഒരു ഇമോഷണൽ ട്രാക്ക് യൂസ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഈ ഡയറക്ടർ മെർലോൺ മൂലം ട്രൂമാനോട് ഇതെല്ലാം അന്ന് റോഡിൽ നിന്റെ അച്ഛനെ കണ്ടത് മുതൽ ആരംഭിച്ചതല്ലേ, അന്ന് മുതലല്ലേ നിനക്ക് സംശയം തുടങ്ങിയതെന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് അവിടേക്ക് നോക്ക് എന്ന് പറഞ്ഞ് ബ്രിഡ്ജിലേക്ക് കൈ കാണിക്കും. എന്താന്ന് വെച്ചാൽ കുറച്ച് ദൂരെയായി ഇവന്റെ അച്ഛൻ നടന്നു വരുന്നത് കാണിക്കും. ഇവനും ഭയങ്കര ഫീലായി അച്ഛനെ പോയി കെട്ടിപ്പിടിക്കും. എന്നിട്ട് ഈ സിറ്റുവേഷൻ ഷോ ഡയറക്ടർ ഔട്ട് ഓഫ് ഷോയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കും. എന്നിട്ട് കുറച്ച് സ്മോക്ക് വരട്ടെ, മ്യൂസിക് ഇൻക്രീസ് ആവണം, അത്ര ലൈറ്റ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ട്രൂമാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവന്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ ഒരു സീൻ ചാനലിന്റെ TRPക്ക് വേണ്ടി ലൈവായിട്ട് ലോകം മുഴുവൻ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഓഡിയൻസും വർഷങ്ങൾക്ക് ശേഷം അവരുടെ അച്ഛനെ കാണുന്നത് പോലെ ഫീൽ ആവുന്ന സന്തോഷത്തോടെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സിൽവിയ മാത്രം ഈ ഒരു സീന് വളരെ ദേഷ്യത്തോടെയാണ് കാണുന്നത്. കാരണം ഇതൊന്നും റിയൽ അല്ല, ചാനൽ അവരുടെ TRPക്ക് വേണ്ടി ട്രൂമാനെ യൂസ് ചെയ്യുന്നതാണെന്ന് ഇവൾക്ക് നന്നായി അറിയാം. ഒരു വിധത്തിലാണ് ട്രൂമാൻ ആ ഐലൻഡിൽ നിന്ന് പുറത്തു പോകാൻ പോയത്. എന്നാൽ ഇങ്ങനൊരു ഇമോഷണൽ കാര്യം പറഞ്ഞ് വീണ്ടും അവർ ട്രൂമാനെ ആ ഐലൻഡിൽ തന്നെ പിടിച്ചു വെച്ചു. അതുകൊണ്ടാണ് സിൽവിയയ്ക്ക് ഇത്രയും ദേഷ്യം. അവിടുന്ന് കട്ട് ചെയ്ത ലൈവായിട്ട് ഫസ്റ്റ് ടൈം ഈ ട്രൂമാൻ ഷോന്റെ ഡയറക്ടർ സംസാരിക്കാനായിട്ട് വരും. ആ ലൈവാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇയാളാണ് ആ ബിഗ് ബോസ്.
ഇയാൾ പറയുന്നതനുസരിച്ചാണ് ആ ഷോയിലെല്ലാം നടക്കുന്നത്. ഈ ഷോയുടെ ഐഡിയ എങ്ങനെയാണ് വന്നത് എന്നാണ് ഇയാളിപ്പോൾ പറയുന്നത്. ആക്ച്വലി ഈ സീ ഹെവൻ എന്ന് പറയുന്ന ഈ ഐലൻഡ് സൂം ഔട്ട് ചെയ്ത് നമ്മളെ കാണിക്കും. ഇതൊരു വലിയ സ്റ്റുഡിയോ ആണ്. ഈ സ്റ്റുഡിയോയിൽ നിന്നാണ് ട്രൂമാൻ്റെ ചെറുപ്പം മുതലുള്ള ജീവിതം ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്കയിൽ മാത്രമല്ല, ലോകം മുഴുവനുള്ള എല്ലാ ആരാധകരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയും ചെയ്യാത്തതുപോലെ വളരെ റിസ്കി ആയിട്ട് ഒരു മനുഷ്യന് വേണ്ടി അവന്റെ ജീവിതത്തിന് വേണ്ടി ഒരു സ്ഥലം തന്നെ ഉണ്ടാക്കി ആയിരക്കണക്കിന് ആർട്ടിസ്റ്റുകളെ വെച്ചാണ് ഞങ്ങൾ ഈ ഷോ നടത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ റിപ്പോർട്ടർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് ഈ ഡയറക്ടറും ആൻസർ പറയുന്നുണ്ട്. ആക്ച്വലി ഈ ട്രൂമാന് ചെറുപ്പം മുതലേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഓരോ ദിവസം കഴിയും തോറും അവന് കൂടി വന്നു. സോ ഇവനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ എന്നുള്ള ഒരു ക്യാരക്ടറിനെ ഈ ഷോയിലേക്ക് കൊണ്ടുവന്നത്. അവൻ എപ്പോഴും ആ ഐലൻഡ് വിട്ട് പോകാൻ നോക്കിയിരുന്നു. മറ്റെല്ലാ വഴി കൂടിയും അവനെ തടുക്കാം. എന്നാൽ കടലിലൂടെ അവനെ വേറെ ഐലൻഡിലേക്ക് പോവാൻ നോക്കിയ അതിൽ ഇവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇവർ ചെറുപ്പത്തിൽ തന്നെ ട്രൂമാന് ഒരു ട്രോമ ക്രിയേറ്റ് ചെയ്തു. കടലിൽ അവന്റെ അച്ഛന്റെ കൂടെ പോകുമ്പോൾ അച്ഛൻ കടലിൽ മുങ്ങി മരിക്കുന്നത് പോലെ ഇവർ സെറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ട്രൂമാന് ഇപ്പോഴും വെള്ളത്തോട് ഒരു ഭയം. അന്ന് ബോട്ടിൽ പോലും അവൻ കയറാഞ്ഞത്. പിന്നെ എന്തിനാണ് ഇത്രയും വർഷം കഴിഞ്ഞ് അച്ഛനെ തിരിച്ചു കൊണ്ടുവന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഈ സ്ക്രിപ്റ്റ് ഉപകാരപ്പെടുമെന്ന് കരുതി വെച്ചതാണ്. ആക്ച്വലി ഇവനിപ്പോ വലിയ കൺഫ്യൂഷനിലാണ്. സോ ഒരുപാട് സംശയങ്ങൾ വരാൻ തുടങ്ങി. അവനെ വീണ്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടി അച്ഛൻ എന്ന ക്യാരക്ടറിനെ വീണ്ടും കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. ഇനി മുതൽ ട്രൂമാൻ ഒരു പ്രശ്നവും ഇല്ലാതെ സംരക്ഷണം തുടരുമെന്ന് ഡയറക്ടർ പറയും. അങ്ങനെ ഓഡിയൻസും കോൾ ചെയ്ത് ഈ ഡയറക്ടറിനോട് സംശയങ്ങൾ ചോദിക്കും. സോ അപ്പോൾ ഒരു കോളറായിട്ട് സിൽവിയ വന്നു. എന്നിട്ട് തലങ്ങും വിലങ്ങും ഡയറക്ടറിനെ ഇട്ട് ചീത്ത പറഞ്ഞു. ആക്ച്വലി ഇവള് ചോദിക്കുന്നതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഒരു മനുഷ്യനെ നിങ്ങളെ സെൽഫിഷ്നെസ്സിന് വേണ്ടി അവൻ അറിയാതെ നിങ്ങളുടെ TRPക്ക് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഫീലിങ്സ് വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്. അവൻ പാവാണ് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും. ഇത് കേട്ടതും പാതി ഓഡിയൻസും ഈ കാര്യം ആക്സെപ്റ്റ് ചെയ്യും. ട്രൂമാൻ പാവാണ്. അവൻ വിചാരിച്ചതുപോലെ ജീവിക്കാൻ കഴിയുന്നില്ല. അവനെ പറ്റിച്ചോണ്ടല്ലേ ഈ ഷോ നടത്തി വരുന്നത്. അതാണ് ഈ സിൽവിയ ചോദിച്ചത്. എന്നാൽ ഡയറക്ടർ ആ ചോദ്യത്തിന് ഒഴിഞ്ഞു മാറുന്നത് പോലെ മറുപടി പറയും. ദേ നോക്ക്, ഈ പുറം ലോകം എത്ര ആപത്തുള്ളതാണെന്നും കഷ്ടപ്പാടുകളുള്ളതാണെന്നും നമുക്കറിയാം. എന്നാൽ ട്രൂമാൻ ജീവിക്കുന്ന ലോകത്ത് ഒരു കഷ്ടപ്പാടും ഒരാപത്തും ഇല്ലാത്ത സ്ഥലമാണ്. ട്രൂമാൻ ഇപ്പോൾ നല്ലൊരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതെങ്ങനെ തെറ്റാവും എന്ന് ചോദിക്കും. എത്രയൊക്കെ സെൽവിയ ഇതിനെക്കുറിച്ച് പറഞ്ഞാലും മെജോറിറ്റി ഓഫ് ആൾക്കാർ ട്രൂമാന്റെ ലൈഫ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. സോ ഈ ഷോ കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ ട്രൂമാനും എല്ലാ കൺഫ്യൂഷൻസും മാറി നോർമൽ ലൈഫിലേക്ക് വന്ന് ജീവിക്കും. ആദ്യമുള്ളതുപോലെ രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ കസർത്ത് കാണിക്കും. ഓഫീസിലേക്ക് പോകുമ്പോൾ അയൽവാസിയോട് ബായ് പറയുന്നതും റോഡിലുള്ള 2 വയസ്സന്മാരോട് ആ കൊമേഴ്ഷ്യൽ ആഡിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നതും തുടങ്ങി എല്ലാം നോർമലായിട്ട് പോവാൻ തുടങ്ങി. ഷോയും നോർമലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഡേ എന്നും 7 മണിയാവുമ്പോഴേക്കും എഴുന്നേക്കുന്ന ട്രൂമാൻ അന്ന് എഴുന്നേറ്റില്ല. അവൻ നന്നായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം 8 9 ഇത് കണ്ടതും ഡയറക്ടറിന് എന്തോ സംശയം വരാൻ തുടങ്ങി. എന്നിട്ട് ക്യാമറയിലൂടെ സൂം ചെയ്ത് നോക്കിയപ്പോൾ അവൻ അനക്കമില്ലായിരുന്നു. ഇതെന്താ അനങ്ങാത്തത്? ആദ്യം അവൻ അവിടെ ഉണ്ടോ എന്ന് ഡയറക്ടർ ചോദിച്ചതും ഈ എഞ്ചിനീയേഴ്സും ബബ്ബ അടിക്കാൻ തുടങ്ങി. ഡയറക്ടറും പെട്ടെന്ന് തന്നെ അവിടേക്ക് മെർലിനെ വിളിക്ക്, അവൻ അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യെന്ന് പറയും. മെർലോനും പോയി നോക്കുമ്പോൾ അവിടെ ട്രൂമാൻ ഇല്ല. ഒരു ബൊമ്മയെ ബെഡിൽ കിടത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവൻ എസ്കേപ്പ് ആയതാണ്. എന്നിട്ട് ഈ ഷോ ടെലികാസ്റ്റ് ആവരുതെന്ന് പറഞ്ഞിട്ട് ഈ ഷോയുടെ ട്രാൻസ്മിഷൻ ഊരി മാറ്റും. ഇത് കണ്ട ഓഡിയൻസും ബഹളമുണ്ടാക്കി. കാരണം 25 വർഷമായിട്ട് സംപ്രേഷണം ചെയ്യുന്ന ഒരു ഷോ ആദ്യമായിട്ട് കട്ടായിരിക്കുകയാണ്. ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഇപ്പൊ ഭയങ്കര ദേഷ്യത്തില് ആ ഐലൻഡ് മൊത്തം 1 ഇഞ്ച് പോലും ഗ്യാപ്പ് വിടാതെ കൈ കോർത്ത് പിടിച്ച് നടക്കും. എന്നാൽ എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും ട്രൂമാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത്രയും ക്യാമറകൾക്ക് നടുവിലൂടെ അവൻ എവിടേക്കാണ് എസ്കേപ്പ് ആയത് എന്ന് ഡയറക്ടർ തിരക്കിയിട്ട് ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോഴാണ് ഡയറക്ടർ 1 മിനിറ്റ് കടലിലെ ക്യാമറ ചെക്ക് ചെയ്ത് നോക്കിയോ എന്ന് ചോദിച്ചത്. എന്നിട്ട് കടലിനടുത്ത് ഫിക്സ് ചെയ്ത് വെച്ച ആ ക്യാമറയുടെ ഫോട്ടോജ് എടുത്ത് നോക്കും. അപ്പോൾ അതിൽ നമ്മുടെ ട്രൂമാൻ അവന്റെ പേടിയെല്ലാം മാറ്റിവെച്ച് ഒരു പായ്ക്കപ്പലെടുത്ത് കടലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്ന ഡയറക്ടർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഡയറക്ടറിന്റെ അടുത്തേക്ക് വന്ന് മര്യാദയ്ക്ക് ഷോ ലൈവായിട്ട് കൊണ്ടുവരണം. ബാക്കിയുള്ള സ്പോൺസേഴ്സ് എല്ലാം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ വഴിയില്ലാതെ ഡയറക്ടർ ഷോ വീണ്ടും ലൈവിലേക്ക് കൊണ്ടുവരും. നടുക്കടലിൽ ഒരു ബോട്ട് എടുത്തിട്ട് ട്രൂമാൻ ഈ ഐലൻഡ് വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതും അവന്റെ കയ്യിൽ സിൽവിയയുടെ ഫോട്ടോയും ഉണ്ട്. ഇത് കണ്ട് സിൽവിയയ്ക്ക് ഭയങ്കര സന്തോഷമായി. വാ ട്രൂമാൻ, നിന്നെ കൊണ്ട് കഴിയും, നിനക്ക് സാധിക്കും. അവൾ വല്ലാതെ സന്തോഷിച്ചു. എന്നാൽ ഇപ്പോൾ സിൽവിയ മാത്രമല്ല, ഓഡിയൻസും ട്രൂമാൻ എങ്ങനെയെങ്കിലും ഈ ഐലൻഡിൽ നിന്നും പുറത്ത് വന്ന് അവന്റെ പ്രണയിനിക്കൊപ്പം ഒന്നിക്കണമെന്ന തോട്ടിലാണ് ഈ ഷോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡയറക്ടറിന് ഷോ അവസാനിപ്പിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല.
ട്രൂമാൻ ഈ ഐലൻഡിൽ നിന്ന് പോയ ഷോ അവസാനിക്കും. അങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇയാൾ എന്താണ് ചെയ്യുന്നതെന്നാ ഈ എല്ലാ സെറ്റിലെയും കൺട്രോൾ ഇയാളുടെ അടുത്താണല്ലോ. ക്ലൈമറ്റ് വരെ കൺട്രോൾ ചെയ്യുന്നത് ഇയാളാണ്. സോ ഒരു കൊടുങ്കാറ്റുണ്ടാക്കണം, വലിയ തിരമാലകൾ വരണം എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ബോസ് പറഞ്ഞതനുസരിച്ച് അസിസ്റ്റൻസും കടലിൽ വലിയ രീതിയിൽ കൊടുങ്കാറ്റും അലകളും ഉണ്ടാക്കി. അതിനുള്ളിൽപ്പെട്ട് ട്രൂമാന്റെ ബോട്ട് വല്ലാതെ ആടി ഉലയാൻ തുടങ്ങി. ട്രൂമാനും അതിൽപ്പെട്ട് ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്നുണ്ട്. ട്രൂമാൻ ആണെങ്കിൽ മരിച്ചാലും ആ ഐലൻഡിലേക്ക് തിരിച്ചു പോവില്ല എന്ന് വാശിയിലാണുള്ളത്. ഈ ഡയറക്ടറും വിടാതെ കാറ്റിനെയും ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ട സ്പോൺസേഴ്സിൽ ഒരാള് ഡയറക്ടറിനോട് ദയവ് ചെയ്ത് നിർത്ത്, ഇൻ കേസ് അവൻ ഈ ലൈവിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും എന്ന് പറയും. എന്നാൽ ഈ ഡയറക്ടർ എന്താണെന്നോ പറയുന്നേ, അവൻ ജനിച്ചത് തന്നെ ജനങ്ങളെ എന്റർടൈൻ ചെയ്യിക്കാനാണ്. അവൻ മരിച്ചാലും എനിക്ക് പ്രശ്നമല്ല, ഞാൻ ഇത് നിർത്തില്ല എന്നും പറഞ്ഞ് വാശിയോടെ ക്ലൈമറ്റ് ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കും. ആ സമയം ട്രൂമാന്റെ ബോട്ട് കടലിൽ മുങ്ങാൻ തുടങ്ങി. ഈ കാഴ്ച ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടതും ആ ഡയറക്ടറിനും ഒരു മാതിരി ആവുന്നുണ്ട്. അയാൾക്ക് മനസ്സിലായി അയാൾ തോറ്റുപോയെന്ന്, ഇനി ഇവനെ തടുക്കാൻ കഴിയില്ല എന്ന്. എന്നിട്ട് ക്ലൈമറ്റ് വീണ്ടും നോർമലിലേക്ക് ചേഞ്ച് ചെയ്ത് പതുക്കെ സൂര്യനെ കൊണ്ടുവരാനൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഈ സമയം ഇത്രയും നേരം ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയ കടൽ ഇപ്പൊ പതുക്കെ കാമായി ട്രൂമാന്റെ ബോട്ടും മേലെ വന്നു. അതിലവൻ മയക്കത്തിലാണുള്ളത്. കണ്ണു തുറന്നു നോക്കിയതും അവന്റെ മുന്നില് വിശാലമായ കടല് അവൻ കണ്ടു. അവൻ അവന്റെ യാത്ര തുടർന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളും ഇമോഷണലായി കൈയടിച്ചു. വാ ട്രൂമാൻ വാ, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ റിയൽ വേൾഡിലേക്ക് വാന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രൂമാൻ അവന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവന്റെ ബോട്ട് സ്റ്റക്ക് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്നു. അതവൻ തൊട്ടു നോക്കിയപ്പോ അത് ആകാശം പോലെ കിടക്കുന്ന വലിയൊരു മതിലായിരുന്നു. അതിലവൻ തട്ടി നോക്കി. അപ്പൊ അവിടെയായി കുറച്ച് സ്റ്റെപ്സ് പുറത്തേക്ക് വന്നു. അതിലൂടെ കയറിയതും ഒരു ഡോറ് കണ്ടു. അത് തുറക്കാൻ നോക്കുമ്പോ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു. അതാ ഷോ ഡയറക്ടറിന്റെ സൗണ്ട് ആണ്. മിസ്റ്റർ ട്രൂമാൻ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നന്നായി കേൾക്കാമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നീ പറയുന്നതും എനിക്ക് കേൾക്കും. ആക്ച്വലി നീ ഇപ്പോൾ ഉള്ളത് ഒരു റിയാലിറ്റി ഷോയിലാണെന്നുള്ള സത്യം തുറന്നു പറഞ്ഞതും ട്രൂമാൻ ഒന്ന് ഷോക്കായി. എന്നിട്ട് എനിക്കറിയാം എന്ന് പറയും. എന്നിട്ട് ഞാൻ ആരാണെന്ന് ചോദിച്ചതിന് ഡയറക്ടറും, നീയാണ് ഈ ഷോയുടെ ഹീറോ. നീ ജനിച്ചത് മുതൽ ഇതുവരെ നിന്റെ ജീവിതം ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ നിനക്കൊരു ഓപ്ഷൻ തരാം. നീ നിൽക്കുന്ന ഡോറിനപ്പുറത്ത് ശരിക്കുമുള്ളൊരു ലോകമുണ്ട്. എന്നാൽ അത് നീ ഇത്രയും നാൾ ജീവിച്ചതുപോലെയുള്ള സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലോകമല്ല. അവിടെ മത്സരവും അഹങ്കാരവും കുശുമ്പും എല്ലാം നിറഞ്ഞൊരു പല കഷ്ടതകൾ നിറഞ്ഞൊരു ലോകമാണ്. അതാണോ ആ റിയൽ വേൾഡ് ആണോ നിനക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇത്രയും കാലം ജീവിച്ചതുപോലുള്ള ഒരു ശാന്തമായ ജീവിതമാണോ വേണ്ടത് എന്ന് ചോദിച്ചു. എന്നാൽ അതിന് നമ്മുടെ ട്രൂമാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ റിപ്പീറ്റ് അടിച്ചതുപോലെ ഒരു ഡയലോഗ് പറയാറുണ്ട്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇനി ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ഇനി കാണാൻ പറ്റിയില്ലെങ്കിൽ അതിനായിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ട്രൂമാൻ റിയൽ വേൾഡിലേക്കുള്ള ആ ഡോറ് തുറന്ന് പുറത്തേക്ക് വരും. ലോകം മുഴുവൻ ട്രൂമാനായി ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ ട്രൂമാനും സിൽവിയെ തേടി ഫിജി ഐലൻഡിലേക്ക് പോകുന്നത് കാണിച്ച് ഈ കഥ അവസാനിപ്പിക്കും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.